പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം തീരുമാനങ്ങളെ ഉറപ്പിക്കും. മത്തായി സുവിശേഷം 1:20 വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകന യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഈ ഭാഗം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ദൈവപുത്രന് മനുഷ്യപുത്രനായി കടന്നു വരാൻ ഒരു വയറ്, ഒരു ഉദരം കൊടുക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ട മറിയ എന്ന പേരുള്ള ഒരു സഹോദരിയാണ്. എന്നാൽ ഈ മറിയ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അതായത് യോസഫ് എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയാണ് മറിയെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. വിവാഹ ഉടമ്പടിയിൽ പോയില്ല, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്താണ് സ്വർഗത്തിൽ നിന്നും ഒരു ദൈവത്തിൻ്റെ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും. അപ്പോൾ ഈ സ്ത്രീ ഞെട്ടലോടെ കൂടെ ചോദിക്കുകയാണ്, അതെങ്ങനെ സംഭവിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിഴലിടും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് സ്വർഗീയ ദൂതൻ മറിയോട് വന്ന് സംസാരിക്കുകയാണ്. ഈ ദൈവശബ്ദം മറിയ കേൾക്കുമ്പോൾ യോസഫ് എന്ന പുരുഷനുമായിട്ട് വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ചിട്ടില്ല, മറിച്ച് വിവാഹം നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ. 2 ഭവനത്തിൽ അവർ പാർക്കുകയാണ്, ഒരുമിച്ച് വന്നിട്ടില്ല. വിവാഹ ഉടമ്പടിക്ക് ശേഷമാണ് ഒരുമിച്ച് പാർക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറിയയ്ക്ക് ഇങ്ങനെ ഒരു എൻകൗണ്ടർ സംഭവിക്കുകയും ദൈവദൂതൻ തന്നോട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയയുടെ ഉദരത്തിലേക്ക് നിഴലിടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്താൽ മറിയ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുകയാണ്. അപ്പൊ മറിയ ഗർഭിണിയാണെന്ന് വിവാഹം നിശ്ചയിച്ച പുരുഷനായ യോസഫ് ഇത് കേൾക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തീരുമാനങ്ങൾ ഉറയ്ക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ യോസഫിനെ നമുക്ക് നോക്കാം. താൻ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയ എന്ന സഹോദരി വിവാഹ ഉടമ്പടിക്ക് മുന്നമേ ഗർഭിണിയായിരിക്കുകയാണ്. ഇത് ലോകമറിഞ്ഞാൽ, ദേശമറിഞ്ഞാൽ അപവാദം പറയുന്ന മേഖലകളിലേക്കുള്ള ഒരു വിഷയമാണ്. ഈ വിഷയം അറിഞ്ഞതായ ജോസഫ് കൺഫ്യൂഷനായി, അസമാധാനമുള്ളവനായി, സ്വസ്ഥത ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് പോയി. താൻ ചിന്തിക്കുമ്പോൾ താൻ ഭാരപ്പെടുകയാണ്. വിവാഹം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സ്ത്രീ വിവാഹ ഉടമ്പടിക്ക് മുന്നമേ ഗർഭിണിയായിരിക്കുന്നു. ഒരു പുരുഷനും അതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മറിയെ വിവാഹം നിശ്ചയത്തിനായി ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, വാക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മറിയെക്കുറിച്ച് അറിയുന്ന വിവരം മറിയ ഗർഭിണിയായിരിക്കുന്നു. ഈ വിഷയം അറിഞ്ഞ ജോസഫ് വളരെ നിരാശനായി. എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് തനിക്കറിയില്ല. ആ വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയം
താൻ അറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവായ, അതായത് 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, മറിയെ വിവാഹം ചെയ്യാൻ തക്കവണ്ണം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന യോസഫ് എന്ന ഭർത്താവായ, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും, അപ്പൊ അദ്ദേഹം ആരാണ്? നീതിമാനാണ്. അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിപ്പാൻ യോസഫ് ഭവിച്ചിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വിവാഹത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞപ്പോൾ താൻ അസ്വസ്ഥനായി, അസമാധാനപ്പെട്ടു. എന്താണ് ഇനി തീരുമാനം മുന്നോട്ട് എടുക്കേണ്ടതെന്നുള്ള ഒരു ജീവിതത്തിൽ താൻ ചിന്തിച്ചിട്ട് തനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല. താൻ ഒന്ന് ചിന്തിച്ചു, രഹസ്യമായിട്ട് ഗൂഢമായിട്ട് ആരും അറിയാതെ ഞാൻ ഇവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് വിവാഹ ഉടമ്പടിയിലേക്ക് ഇനി പോകാതെ രഹസ്യമായി ഗൂഢമായി മറിയെ ഉപേക്ഷിക്കാൻ തക്കവണ്ണം യോസഫ് തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഈ വിഷയം കേട്ടപ്പോൾ നിരാശപ്പെട്ട്, പ്രയാസപ്പെട്ട്, ഭാരപ്പെട്ടും ഈ ചിന്തയിലും ഭാരത്തിലും വേദനയിലും ആ ദുഃഖത്തിലും താൻ ഉറക്കത്തിലേക്ക് കടന്നുപോയി. അതാണ് ദൈവവചനം, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ നീ ചിന്തിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ വിഷയം തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ വിഷയത്തിൽ നിനക്ക് പങ്കുണ്ട്. പക്ഷെ ആ വിഷയം നീ കേൾക്കുമ്പോൾ നീ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പോലെ ആ വിഷയം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം. പക്ഷെ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നീ സഹകരിക്കുകയാണെങ്കിൽ, നീ ഭാരപ്പെട്ട് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം സാഹചര്യത്തിന്റെ റൂട്ട് തിരിഞ്ഞിരിക്കുകയാണ്, ചിന്തിച്ചതിനപ്പുറമായി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കുവാൻ? നീ എടുത്തിരിക്കുന്ന ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിനക്ക് ഒരിക്കലും പതറിപ്പോകേണ്ട, നിനക്ക് ഉറച്ചു നിൽക്കാൻ. കാരണം നീ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ തീരുമാനത്തിൽ ഉറപ്പിക്കുന്നത് നീയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്രേ. യോസഫ് ഈ വിഷയത്തിൽ മനം കലങ്ങിയും വിഷമിച്ചും എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല. ഹൃദയത്തിൽ താൻ ഉറച്ചു, ഗൂഢമായിട്ട് മറിയെ ഉപേക്ഷിക്കുക. അങ്ങനെ താൻ കറക്റ്റ് ഒരു ഉത്തരം തനിക്ക് കിട്ടാതെ ഭാരപ്പെട്ട് താൻ പ്രാർത്ഥിച്ചു സ്വസ്ഥമായി താൻ ഇതാ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതുപോലെ തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. സ്വർഗത്തിലെ പിതാവായ മക്കൾക്കു വേണ്ടി, മക്കളെന്ന് പറയുന്ന പ്രിയരാണ്. ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ പ്രിയ മക്കളാണ്. ഈ ഭൂമിയിൽ ആ വ്യക്തി ഒരു വിഷയം ഭാരപ്പെടുമ്പോൾ നീ ഭാരപ്പെട്ട് വിഷമിച്ച് എന്താണ് ഇതിന് തീരുമാനമെടുക്കേണ്ടതെന്ന് നീ പ്രയാസപ്പെട്ട്, നീ ദുഃഖിച്ച്, ഭാരപ്പെട്ട്, പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിൽ ധ്യാനിച്ച് നീ കിടന്നുറങ്ങിയാൽ ആ വിഷയത്തിൻ്റെ തീരുമാനം നിനക്ക് ഉറയ്ക്കത്തക്കവണ്ണം കറക്റ്റായിട്ട് നീ എന്ത് തീരുമാനമെടുക്കണമെന്ന് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ക്ലിയറായിട്ട് സംസാരിക്കും. അങ്ങനെ ജോസഫ് പിതാ തൻ്റെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. താൻ ഗാഢമായി ഉറങ്ങുമ്പോൾ തൻ്റെ പ്രിയനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂതനെ അയച്ച് ജോസഫിനോട് സംസാരിക്കുകയാണ്. ജോസഫിനോട് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആ ദൂതൻ ജോസഫിനെ പേരെടുത്ത് വിളിച്ചു. 20-ാം വാക്യം, ദാവീദിന്റെ മകന യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദമായത് അല്ലെങ്കിൽ ഉരുവാക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അപ്പോൾ താൻ ഇതാ കിടന്നുറങ്ങി ഈ വിഷയത്തിൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ഗൂഢമായിട്ട് മറിയെ ഉപേക്ഷിക്കുക. ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഉറക്കത്തിലേക്ക് പോകുന്നത്.
ആ സമയത്ത് സ്വർഗീയ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ജോസഫിന്റെ അടുക്കിൽ വന്ന് ജോസഫെ എന്ന് പേര് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയെ നീ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, വിഷമിക്കേണ്ട, നീ ഗൂഢമായി ഉപേക്ഷിക്കേണ്ട. അവളെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് പുരുഷൻ അറിയാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ ആ കുഞ്ഞ് ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവത്തിന്റെ പുത്രനാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ താൻ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയ ഗർഭിണിയായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. സകല ജനത്തെയും രക്ഷിക്കുന്ന യേശു രക്ഷകനാണ്. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ജോസഫേ, നീ ആ പുത്രന് യേശു എന്ന് പേരിടണം. താൻ ഉറക്കത്തിൽ പോയപ്പോൾ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ട് പോയി മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുക. പക്ഷേ താൻ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വന്നത് താൻ എന്തു വിഷയമാണോ ഭാരപ്പെട്ട് ഞരങ്ങി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ പോയോ, ആ ഉറക്കത്തിൽ കറക്റ്റായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോസഫിനോട് സംസാരിച്ച് താൻ ടെൻഷനായ വിഷയം, അസമാധാനപ്പെട്ട വിഷയം, തീരുമാനം തെറ്റിക്കാൻ എടുത്ത തീരുമാനം, ഇവൾ വിവാഹം ചെയ്യാനെടുത്ത തീരുമാനത്തിൽ പിന്തിരിയാൻ തക്കവണ്ണം എടുത്ത തീരുമാനത്തിൽ നിന്നും മാറി താൻ പിന്തിരിഞ്ഞു പോകാൻ എടുത്തിരിക്കുന്ന ഹൃദയത്തിലെടുത്ത തീരുമാനത്തിൽ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആഴമായിട്ട് ജോസഫിനോട് സംസാരിച്ചു. എടുത്ത തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക. ഇത് സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണ്. ഇതൊരു ദൈവപുത്രനാണ്. യേശു എന്ന് പേരിടണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ നിന്നും പൈശാചിക മണ്ഡലമോ വ്യക്തികളോ നീയും ദൈവത്തിന്റെ ആത്മാവും സ്വർഗവും ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ദൈവത്തിന്റെ നിയോഗപ്രകാരം എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്ന് നിന്നെ തെറ്റിപ്പിക്കുന്ന മേഖലയിൽ പൈശാചിക മണ്ഡലം പല ചിന്തകളും ആലോചനകളും നിന്റെ ഹൃദയത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയും, ഈ വിഷയത്തിൽ നീ പിന്മാറ്, നീ എടുത്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരിക്കലും വിജയത്തിൽ പോകാൻ ഒരിക്കലും ചാൻസ് ഇല്ല, അതുകൊണ്ട് നീ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഇത് മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ പിന്മാറുക എന്നുള്ള അപശബ്ദം പൈശാചിക മണ്ഡലം നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ദൈവസന്നിധിയിൽ നീ എടുത്ത തീരുമാനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തിരുവചനങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നീ ധ്യാനത്തോടെ കിടക്കറയിലേക്ക് കടന്നുപോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഉറക്കത്തിൽ നിന്നോട് വന്ന് ദൈവത്തിന്റെ ആത്മാവ് ക്ലിയറായിട്ട് ആ വിഷയത്തിൽ മേൽ വ്യക്തത നൽകി നിന്നോട് സംസാരിച്ചു നീ എടുക്കേണ്ട തീരുമാനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ആരോടോ ദൈവാത്മാവ് പറയുന്നു, വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവശബ്ദ പ്രകാരം ഇറങ്ങിത്തിരിച്ചിട്ട് ഇപ്പോൾ തൻ്റെ മുന്നിൽ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളിൽ അസമാധാനപ്പെട്ട് കൺഫ്യൂഷനായി എടുത്ത തീരുമാനമോ ചിന്തയോ ഇറങ്ങിത്തിരിച്ചതോ തെറ്റായി പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ഭാരപ്പെടുന്നവരാരോ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗീയ പിതാവാണ് നിന്നെ വിളിച്ച് തീരുമാനത്തിൽ ഉറപ്പിച്ച് നിന്നെ ഇറക്കി നിർത്തിയിരിക്കുന്നുവെങ്കിൽ നീ ഒരിക്കലും പതറിപ്പോകേണ്ട. ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നിരുന്ന് ദൈവവുമായി നീ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക. നീ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. നീ ഒരു വിടുതൽ കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ശത്രുവായവൻ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്തിരിക്കാൻ തക്കവണ്ണം ഏതെങ്കിലും അപശബ്ദങ്ങൾ നിന്നെ കേൾപ്പിച്ച് പ്രലോഭിപ്പിക്കുന്നുവെങ്കിൽ
ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറ, ദൈവമേ, ജീവിതത്തിൽ തെറ്റുവന്നുപോയി ക്ഷമിക്കണമേ. ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടി പ്രകാരം നിൽക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിതാവെന്ന് അറിയപ്പെടാനുള്ള വലിയ ഭാഗ്യമുള്ള ജോസഫിനെ ഇതാ മറിയ ഗർഭിണിയായെന്ന് കേട്ടപ്പോൾ തന്നെ ഗൂഢമായി ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിതാവെന്ന് അറിയപ്പെടേണ്ട ജോസഫിന് ആ സ്ഥാനം നഷ്ടപ്പെടുത്തി കളയുവാൻ പൈശാചിക മണ്ഡലം തന്നോട് വന്ന് പറയുന്നു, നീ ഗൂഢമായി ഇത് ഉപേക്ഷിക്കുക. അപ്പൊ ഗൂഢമായി താൻ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവായ യേശുവിൻ്റെ ഈ ഭൂമിയിലെ പിതാവെന്നറിയപ്പെടുന്ന ജോസഫിന് അങ്ങനെ ഒരു സ്ഥാനമോ പദവിയോ ബഹുമാനമോ ലഭിക്കത്തില്ലായിരുന്നു. പക്ഷെ തന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഭൂമിയിലെ പിതാവെന്നറിയുവാൻ ജോസഫിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് പൈശാചിക മണ്ഡലം മറിയ ആത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ പൈശാചിക മണ്ഡലം തന്നെ ആ തീരുമാനത്തിന്ന് തെറ്റിച്ച് തീരുമാനത്തിന്ന് മാറ്റി ആ സ്ഥാനം, ആ ബഹുമാനം തനിക്ക് ലഭിക്കാതെ തന്നെ പ്രലോഭിപ്പിച്ച് പിന്തിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉറക്കത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടെ ജോസഫിനോട് ഇടപെട്ട് താൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം പോലെ കേട്ടതുപോലെ മറിയെ ചേർത്തുകൊണ്ട്, നിന്റെ ജീവിതത്തിൽ നീ ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളും ഉടമ്പടിയും അതിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി വരും. പക്ഷേ ആ സാഹചര്യങ്ങളിൽ നീ നോക്കി പതറിപ്പോകരുത്. തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക. കാരണം ആ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ നിനക്ക് ഭൂമിയിൽ ലഭിക്കേണ്ട ചില ബഹുമാനങ്ങളും പദവികളുമുണ്ട്. അതിനെ ഇല്ലായ്മയാക്കി കളയുവാൻ ദുഷ്ടനായവൻ പല കള്ളങ്ങളും നിന്നോട് പറഞ്ഞെടുത്ത തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, കുടുംബത്തിൽ നീ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം, കുടുംബ ജീവിതവുമായിട്ടുള്ള ചില ബന്ധങ്ങളിലായിരിക്കാം, ശുശ്രൂഷയുമായിട്ട് എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളിലായിരിക്കാം, തലമുറയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളിലായിരിക്കാം. ഏതു വിഷയത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് കളയത്തക്കവണ്ണം ദുഷ്ടനായ പൈശാചിക മണ്ഡലം പല സാഹചര്യങ്ങളിലൂടെ നിന്റെ തീരുമാനങ്ങളെ തെറ്റിപ്പിക്കാൻ നിന്നെ പ്രലോഭിപ്പിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുമായ ഒരു എൻകൗണ്ടർ നിനക്ക് സംഭവിച്ചാൽ നീ വ്യക്തതയോടെ ദൈവത്തിൽ നിന്ന് നീ ചിലത് കേട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. കാരണം നിനക്ക് ഈ ഭൂമിയിൽ ലഭിക്കേണ്ട ആ എടുത്ത തീരുമാനപ്രകാരം നിനക്കൊരു യോഗ്യതയുണ്ട്. ഒരു പദവി ഭൂമി ദൈവം തരാൻ ആഗ്രഹിക്കുന്നു, ഒരു ബഹുമാനം തരാൻ ആഗ്രഹിക്കുന്നു, ഒരു ആദരവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്നും തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് പൈശാചിക മണ്ഡലത്തിന്റെ ലക്ഷ്യം. ക്രിസ്തുവിനായിരിക്കുന്ന ഒരു ദൈവ പൈതലെ, നീ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നീ ചേർന്നിരിക്കുക. ഏതെങ്കിലും വിഷയത്തെ നീ കൺഫ്യൂഷൻ ആകുന്നുവെങ്കിൽ നീ പ്രാർത്ഥനയോടുകൂടെ നിന്റെ കിടക്കറയിലേക്ക് പോകാം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഒന്നിയിൽ എന്നെ ദർശനത്തിലൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ പ്രവചനങ്ങളിലൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ജോസഫിനുണ്ടായ സ്വപ്നത്തിലുള്ള എൻകൗണ്ടർ പോലെ സ്വപ്നത്തിലൂടെ എന്നോട് ഈ വിഷയം സംസാരിക്കണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നിന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, അതിലൊരു മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. ആ എടുക്കുന്ന തീരുമാനത്തിലൂടെ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. നീ ഭൂമിയിൽ അനുഭവിക്കേണ്ട ചില നന്മകളും അനുഗ്രഹങ്ങളുമായിരിക്കും അതിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യം. പക്ഷെ അത് നീ അനുഭവിക്കാതിരിക്കുവാൻ, നീ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ദുഷ്ട പൈശാചിക മണ്ഡലം പ്രലോഭിപ്പിക്കുമ്പോൾ ഒരിക്കലും നീ പിന്തിരിഞ്ഞു പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുക. എന്നെ കേൾക്കുന്ന ഏതോ കുടുംബം
ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് പല ശോധനയിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എടുത്ത തീരുമാനത്തിൽ നിന്നും പല പ്രലോഭനങ്ങൾ നിന്റെ കുടുംബത്തിനകത്തുണ്ടായി. എടുത്ത തീരുമാനം പോലെ നീ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് പൂട്ടിക്കളയത്തക്കവണ്ണം അവൻ ഒരുക്കുന്ന പ്രലോഭനങ്ങൾ നീ വീണു പോകരുത്. മറിച്ച് നീ ദൈവത്തോടെടുത്ത തീരുമാനപ്രകാരം മുന്നോട്ട് പോക. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില നന്മ നിനക്കുണ്ട്, അനുഗ്രഹം നിനക്കുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എടുത്ത തീരുമാനത്തിൽ ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്ക്. അതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട്, അതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ വാതിലുണ്ട്. യോസഫിന് കണ്ടോ, യേശുവിന്റെ പിതാവെന്നറിയപ്പെടാനുള്ള മഹാഭാഗ്യത്തിൽ നിന്നും പിശാച് ഗൂഢമായിട്ട് മറിയെ ഉപേക്ഷിക്കാൻ തൻ്റെ ഹൃദയത്തിൽ തീരുമാനം കൊടുക്കുകയാണ്. പക്ഷേ ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കേണ്ട. ദൈവാത്മാവിൽ അത്രേ അവൾ ഗർഭിണിയായിരിക്കുന്നത്. അവൻ ലോകരക്ഷകനാണ്. നീ അവന് യേശു എന്ന് പേരിടണം. ആ വലിയ മഹത്തായ പദവിയും ബഹുമാനത്തിൽ നിന്നും ജോസഫിനെ പിന്തിരിച്ചു കളയാൻ പൈശാചിക മണ്ഡലം ഹൃദയത്തിൽ തീരുമാനം കൊടുത്തപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കറക്റ്റായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന നന്മ അനുഭവിക്കാനുള്ള ഭാഗ്യത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ ജോസഫിനോട് സംസാരിക്കും. നിനക്ക് മറഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട്. നീ അറിയാതെ നീ അനുഭവിക്കേണ്ട മറഞ്ഞു കിടക്കുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നീ എടുത്ത തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്ക്. നീ ഏതൊരു പ്രതികൂലങ്ങളിലോ പ്രലോഭനങ്ങളോ പിന്തിരിയണ്ട. നീ മുന്നോട്ട് തന്നെ പോകുക. ദൈവശബ്ദം കേൾക്കുക. മറഞ്ഞു കിടക്കുന്ന ഒരു നന്മ അതിനകത്തുണ്ട്. നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. മറഞ്ഞു കിടക്കുന്ന ഒരു അനുഗ്രഹം അതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇവർ ദൈവസനെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കട്ടെ. അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില നന്മയുണ്ട്. ആ നന്മ ഈ ദൈവമക്കൾ അനുഭവിക്കട്ടെ. അതിൽ നിന്നും പിന്തിരിച്ചു കളയാൻ തക്കവണ്ണം പ്രലോഭിപ്പിക്കുന്ന സാത്താന്റെ സകല മണ്ഡലങ്ങളും ദൈവജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കട്ടെ. തീരുമാനങ്ങൾ ഉറയ്ക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.